ഹലോ അസ്സലാമു അലൈക്കും. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് കുട്ടികളുടെ കുറച്ച് വീഡിയോസായിട്ടാണ് കേട്ടോ. അവർ വൈകുന്നേരങ്ങളിൽ കുറച്ച് കളികളും രസങ്ങളുമായിട്ടാണ്. അപ്പോൾ ഒരു സമയം 4:30 മണിയാകുമ്പോഴാണ് അവർ സ്കൂൾ വിട്ട് വരിക. അതിന് ശേഷം ചായ കുടിച്ച് നമ്മുടേതായ അല്ലറ ചില്ലറ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാനും അവരുടെ കൂടെ പുറത്തിറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ അവർ ഫസ്റ്റ് സൈക്കിൾ 2-3 റൗണ്ട് ചവിട്ടി. അപ്പത്തിനും പിന്നെ ഒന്ന് കളി മാറ്റി പിടിച്ചു. കെൻസക്കുട്ടിക്ക് സൈക്കിൾ ചവിട്ടാൻ ഭയങ്കര പേടിയാണ്. സൈക്കിൾ ചവിട്ടും അവൾ, പക്ഷേ കൂടെ ഒരാൾ വേണം. വണ്ടികളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സൈഡ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ അങ്ങനെയൊക്കെയുള്ള പേടി കാരണം അവൾക്ക് വലിയവരാരെങ്കിലും കൂടെ വേണം. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാനും അവരുടെ കൂടെ പുറത്തിറങ്ങിയതാണ്. അപ്പോൾ അത് അവർ സൈക്കിൾ 2-3 റൗണ്ട് ചവിട്ടിയപ്പോൾ അവരെ കളി മാറ്റി പിടിച്ചു. ഇനി അവർ ഒളിച്ചിപ്പിടുത്തം കളിക്കാറുണ്ട്. അതിന് കെൻസക്കുട്ടിയാണ് അതിൽ എണ്ണാരായത്. അവൾ എണ്ണി മറ്റവരൊക്കെ ഒളിച്ച് ഇനി അവൾ കണ്ടുപിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ കെൻസക്കുട്ടൻ എണ്ണൽ കഴിഞ്ഞു, അവരെ കണ്ടുപിടിക്കാൻ പോയി. അതാ നാച്ചു പെട്ടെന്ന് അവൾ ഓടി ടാപ്പിൽ വന്ന് സാറ്റടിച്ചു. ഇനി ഇതാ മിന്നുവിനെ കണ്ടെത്തിയിട്ട് കെൻസുവിന് സാറ്റടിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആൾ ഇഷാൻ ഇതാ സാറ്റ് പറഞ്ഞിട്ട് ഓടി വരികയാണ് കേട്ടോ. ഇഷാന് കുറുമ്പനാട്ടോ. അവന് ഇവരുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, റെസ്റ്റ് ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഇതാ മിന്നു എണ്ണാണ്. മറ്റുള്ളവരൊക്കെ മറ്റ് നാച്ചും കെൻസും ഒളിച്ചിട്ടുണ്ട്. ഇപ്പം മിന്നുവിൻ്റെ എണ്ണി കഴിഞ്ഞ് മിന്നുവിന് അവിടെ നിന്ന് എണ്ണങ്ങാൻ ഭയങ്കര മടിയായിട്ടിരിക്കുക. ആരെങ്കിലും വന്ന് സാറ്റ് അടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടിട്ടോ. അപ്പോൾ മിന്നുവിൻ്റെ എണ്ണൽ കഴിഞ്ഞു. എണ്ണൽ കഴിയാറായിക്കണം കേട്ടോ. കഴിഞ്ഞു. ഇനി ഇതവൾ എനങ്ങാതെ നിൽക്കുകയാണ്. ആരെങ്കിലും വന്ന് സാറ്റ് അടിച്ചാലോ എന്ന് വിചാരിച്ച് എനങ്ങാതെ നിന്ന്. അതിൻ്റെ ഇടയിൽ നാച്ചുവിനെ കണ്ടുപിടിച്ചു. നാച്ചു മഹാസംഭവം കേട്ടോ. അവന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ എണ്ണാരായിട്ടുണ്ടെങ്കിൽ അവൻ കളിയൊന്ന് മാറ്റി. അപ്പോൾ അവനല്ലേ വലിയ ആള്. അവൻ പറഞ്ഞ കളി ഇവർ കളിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഭയങ്കര തല്ലും വഴക്കൊക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ തരണം ചെയ്തിട്ട് അങ്ങനെ കൊണ്ടെടുക്കുകയാണ്. പിന്നെ അവർ മക്കളല്ലേ, എന്തെങ്കിലും കാണുമ്പോൾ തല്ലോടും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടി പിടിയൊക്കെ ഉണ്ടാവും. ഇനി അവർ ഓടിപ്പിടുത്താണ് കളിക്കാൻ പോണത്. ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ അകത്ത് കയറ്റൊക്കെ ചെയ്യും. പക്ഷെ ഇങ്ങനത്തെ കളികളൊക്കെ കളിക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു ഉന്മേഷം ഉഷാറാക്കണം. ഇങ്ങനത്തെ കളിയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കണം. കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഇവർക്കൊന്നും ഇങ്ങനത്തെ കളികളൊന്നും അറിയില്ല. നമ്മുടെ കാലത്തുള്ള കളികളാണ് ഓടിപ്പിടുത്തം, കൊച്ചിപ്പിടുത്തം, ഒളിച്ചിപ്പിടുത്തം, കല്ലുകളി, ഓട്ട മത്സരം വെക്കുക, അങ്ങനത്തെ കളികളൊക്കെ പണ്ടത്തെ കളികളാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇഷാനിത വന്ന് വീണ് അടുത്ത കളി ഓട്ട മത്സരമാക്കിയിട്ടുണ്ട്. അപ്പോൾ കെൻസക്കുട്ടിക്ക് അകത്ത് വരെ ഓടണ്ടെന്ന് അറിയാതെ ഒന്ന് തപ്പിത്തടഞ്ഞ് നിന്നപ്പോൾ മറ്റൊരു ഓടി. പിന്നെ ഇവിടെ കരച്ചിൽ തുടങ്ങി. ഞാൻ എത്തിയില്ല. അവൾക്ക് പിന്നെ എല്ലാത്തിലും ഫസ്റ്റ് എത്തണം എന്നുള്ളൊരു ചിന്ത. അപ്പോൾ അവളിതാ അവിടെ നിന്ന് നിന്നെത്തും. അതിൽ നാച്ചും കെൻസും ഫസ്റ്റ്